ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഇതുപോലെ ഈ സാധുക്കൾക്ക് തുണി കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതിന് ചെന്നപ്പോൾ എനിക്കും കിട്ടി ഇതുപോലെ പെണ്ണുങ്ങൾക്ക് നൈറ്റിയും സാരിയും അങ്ങനെ എല്ലാം കിട്ടി. എനിക്ക് കിട്ടിയത് 2 ലെഗിൻസ്. എന്റെ കക്കാന്ന് ഇരിക്കണേ, എനിക്കെന്താ ലെഗിൻസ് ഇട്ടാ കയറൂലേ? ഞാൻ ആദ്യം ലെഗിൻസ് ഈ പെണ്ണുങ്ങൾ ഇട്ടുകൊണ്ട് നടക്കണപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് മിക്സിയിൽ അടിച്ചിട്ട് തേച്ച് പിടിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ മനസ്സിലായത് തുണിയാണെന്നുള്ള കാര്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്ത് വേറൊരു പെണ്ണുമ്പിള്ള ഉണ്ടായിരുന്നു. അപ്പോൾ അവളൊരു ദിവസം വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവക്കടെ സാരിക്കനുസരിച്ചുള്ള ഈ തലയിലിടുന്ന പുഴു കളറുണ്ടല്ലോ, പുഴുവല്ല ഇന്നത്തെ അതിനെ പറയണേ, നാട്ടിൻപുറത്ത് പുഴു എന്നൊക്കെ പറയണേ. തലയിലിടുന്ന അതിൻ്റെ കളർ മാച്ച് ചെയ്യണല്ല. അപ്പോൾ അവൾ നോക്കി കഴിയുമ്പോൾ ഈ കൊച്ചിൻ്റെ ഷഡ്ഡി എടുപ്പുണ്ടായിങ്ങനെ ഈ പല കളറിലുള്ള അത് ഊരിക്കളഞ്ഞിട്ട് ആ ഷഡ്ഡി ഒരെണ്ണെടുത്തിട്ട് ഇങ്ങനെ കറക്കി തലയിലിട്ടിട്ട് അങ്ങോട്ട് പോയി കളഞ്ഞു. ശരിക്കും സംഭവിച്ചതാ. പിന്നെ അതുപോലെ ഈ ഫാൻസി ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിപ്പോൾ നമ്മുടെ മോൻ ശുക്കൂർ, അവൻ ഈ ഫാൻസി ഡ്രസ്സിന് പേര് കൊടുത്തപ്പോൾ ഈ വീരാനിക്കാട് ഒരു കൂട്ടുകാരുണ്ട് KPSC ഷാജി എന്ന് പറഞ്ഞിട്ട്, ഇപ്പം വന്നിട്ട് പറഞ്ഞു നമുക്കൊരു പുതിയ ഐഡിയ ചെയ്യാം. ഇങ്ങനെ ഈ അമ്പ് കൊണ്ടൊരു വേടൻ, ഒരു ചെറുക്കൻ്റെ മേത്തെ കൂടെ ഒരു അമ്പ് ഇങ്ങനെ തുളഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നേക്കാണ് പുറയിലിങ്ങനെ. അത് കറക്റ്റായിട്ട് മേക്കപ്പ് ചെയ്തവൻ, നല്ല അടിപൊളി മേക്കപ്പായിരുന്നു. എന്നിട്ട് ഈ ശുക്കൂറിൻ്റെ ഷെയിലേക്ക് ചെസ് നമ്പർ 144 എന്ന് പറഞ്ഞപ്പോൾ ഇവനാണ് കയറി ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഫ്രണ്ടിലിരിക്കാനേ. അപ്പോൾ ഇവനെ കണ്ടിട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ ഹായ് ഹായ് എന്ന് പറഞ്ഞിട്ട് അമ്പ് കൊണ്ടേക്കണ മനുഷ്യനെ ഇങ്ങനെ ചിരിച്ചിട്ട്